എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നലെ വൈകുന്നേരം താൽക്കാലികമായുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. എങ്കിൽ തന്നെയും അവരുടെ സാധാരണ അവർ ചെയ്യുന്നത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇന്നലെയും അതിർത്തിയിൽ വെടിവയ്പുണ്ടായി. അതിനൊരവസാനം കാണില്ല. ഇനി ഇതിന് മധ്യസ്ഥത വഹിച്ച പല രാജ്യക്കാരുമുണ്ട്. ഇതിലേറ്റവും കൂടുതൽ അമേരിക്ക രണ്ട് വശം നിന്ന് കളിക്കുകയാണ്. അമേരിക്കയ്ക്ക് വ്യക്തമായിട്ടറിയാം ഇന്നലെ ലഭിച്ച അന്താരാഷ്ട്ര ബാങ്കിൽ നിന്നും ലഭിച്ച ലോൺ, ആ തുക അമേരിക്കയ്ക്ക് ഒന്ന് ബ്ലോക്ക് ചെയ്യാമായിരുന്നു. അവരത് ചെയ്തില്ല. അത് വലിയ തെറ്റായ ഒരു പ്രവണതയാണ് അമേരിക്ക കാണിച്ചത്. കാരണം ഈ വാങ്ങിയ തുകയെല്ലാം അവർ ഭീകരവാദത്തിന് തന്നെയാണ് ചിലവാക്കുന്നത്. അല്ലാതെ ആ പാവപ്പെട്ടവർക്ക് ഗോതമ്പും അരിയും റേഷനും ഒക്കെ വാങ്ങാൻ വേണ്ടി ഈ തുക ഉപയോഗിക്കില്ല. വളരെ വ്യക്തമായി അറിയാം. അമേരിക്ക എപ്പോഴും കണ്ടുവന്ന് അമേരിക്കയ്ക്ക് പാകിസ്ഥാന് വേണം, മറക്കില്ല. മറ്റൊരു വശത്ത് ഇന്ത്യയെ വേണം. രണ്ടും അവർക്ക് വേണം. അവരൊരിക്കലും ന്യൂട്രലിൽ അടിച്ചു പോകില്ല. പക്ഷേ ഇന്നലെ അവർക്ക് നല്ലൊരു തീരുമാനമെടുക്കേണ്ട ദിവസമായിരുന്നു. അതിന് അവർ അനുമതി നൽകി. ഒരു വശത്ത് അവർക്ക് അനുമതി കൊടുക്കുകയും ഇപ്പുറം വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഇത് ഇനി ഇങ്ങനെയുള്ള ഒരു പ്രപ്പോസലുമായി അമേരിക്ക വരുമ്പോൾ പറയേണ്ടത് നെഞ്ചും നെളിഞ്ഞത് തന്നെ അവരോട് പറയണം. ഇന്നലെ വൈകുന്നേരം എന്താണ്? അവരിൽ യാതൊരു മാറ്റമില്ല. ഇവർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വൃത്തികെട്ടവർ, ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു വർഗങ്ങളാണ് പാകിസ്ഥാൻ മുസ്ലിംസ്. പിശാചുക്കളാണ് അവർ. എന്നാൽ ചില ആൾക്കാരിവിടെ ഉണ്ട്, സത്യത്തിനും ദൈവത്തിനും വിശ്വസിച്ചൊക്കെ കഴിയുന്ന ചില ആൾക്കാരുണ്ട്. അവർക്ക് പരസ്യമായി പ്രതികരിക്കാൻ പറ്റില്ല. പ്രതികരിച്ചാൽ അവരെ കൊന്നുകളയും. പാകിസ്ഥാനിൽ 3 ഭരണമാണ്. ഒന്ന്, ഭരണം നയിക്കുന്നു എന്ന് പറയുന്ന ഒരു മന്ത്രിസഭാംഗങ്ങൾ ഡമ്മീസാണ്. രണ്ടാമതൊരു കൂട്ടർ തീവ്രവാദികൾ. അവർ തീവ്രവാദം മാത്രമാണ് അവരുടെ ജോലി. മൂന്നാമത് പട്ടാളം. ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ അപകടകാരികളാണ് പാകിസ്ഥാനിലെ പട്ടാള മേധാവികൾ. അവർ പാവപ്പെട്ട ജനങ്ങളെ കൊന്നടുക്കി മന്ത്രിസഭയെ മുൾമുനയിൽ നിർത്തി പട്ടാളത്തിൽ ഉള്ള എല്ലാ ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബങ്ങളെയും നോക്കാനും അവർക്ക് വേണ്ട കോടികൾ സമ്പാദിക്കാനും പുറം രാജ്യങ്ങൾ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ആണ് അവർ നിലകൊള്ളുന്നത്. ഇപ്പോൾ നമുക്ക് വളരെ തുറന്ന കാര്യങ്ങളാണ് ഇന്നലത്തെ വെടിനിർത്തി. ബട്ട് ആ വെടിനിർത്തൽ നല്ലത് തന്നെ, സമാധാനം തന്നെ. പക്ഷേ നമുക്ക് നമ്മുടെ ചില കണ്ടീഷൻസുകൾ നമ്മൾ അവരുടെ മുന്നിൽ വയ്ക്കണമായിരുന്നു. തീർച്ചയായിട്ടും ആ കണ്ടീഷൻസ് മുന്നിൽ വെച്ച പാകിസ്ഥാൻ കുറച്ചുകൂടെ നേരെ വരുമായിരുന്നു. പഹൽഗാമിൽ നമ്മുടെ ആൾക്കാരെ കൊന്നൊടുക്കിയ അവരിപ്പോൾ എവിടെ? അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമോ? അങ്ങനെ കുറച്ച് കണ്ടീഷൻ നമ്മുടെ വശത്തുനിന്നും വേണമായിരുന്നു. കാരണം നമ്മുടെ സേനയുടെ ധീരമായ പോരാട്ടം കണ്ട് ശരിക്കും അവർ ഭയന്നിരുന്നു. ഇനി അണുവായുധം പ്രയോഗിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വെച്ചില്ല. നമുക്കും ഉണ്ടല്ലോ അണുവായുധം. ചിലപ്പോൾ നമുക്ക് നമ്മുടെ മുകളിൽ ഉപയോഗിച്ചേക്കാം, നാശങ്ങളുണ്ടായേക്കാം. പക്ഷേ എങ്കിൽ തന്നെയും ഈ ഒരു കൂട്ടരെ നമ്മൾ കൊന്നെടുക്കാൻ വേണം. ഇവരെ വച്ചു കഴിഞ്ഞാൽ ഈ തീവ്രവാദികൾ ഇവരുടെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം
തീവ്രവാദികളും പട്ടാളവും എപ്പോഴും ഒരു സൈഡിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. അവരിൽ കൂടെ ഒരിക്കലും നമുക്കൊരു സമാധാനം ഉണ്ടാകില്ല. സോ ഇനിയൊരു ഏറ്റുമുട്ടലുണ്ടായാൽ ദയവ് ചെയ്ത് ഭരിക്കുന്ന ഭരണകർത്താക്കളോട് പറയുകയാണ്, ഇവരെ വെറുതെ വിടാതിരിക്കുക. കാരണം ഇവർ വിശ്വസിക്കാൻ പറ്റില്ല. ഇവർ എപ്പോഴും നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. നാക്കെടുത്താൽ ഇവന് നുണയല്ലാതെ മറ്റൊന്നും പറയും. ഇവനെല്ലാം ശെഗുത്താൻ്റെ സന്തതികളാണ്. ദർ ഈസ് നോ അസൽ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ അവിടെ ആരുമില്ല. ഒരു നല്ലൊരു മുസ്ലിം അവിടെ ഉണ്ട്, വിരലിലെണ്ണാൻ ചില. അവർ പുറത്തു വരാൻ പറ്റിയില്ല, അവർ പറയാൻ പറ്റില്ല. രണ്ടാമത് മാധ്യമങ്ങൾ, പട്ടാളക്കാർ പറയുന്നതേ അവർ പ്രവചിക്കത്തുള്ളൂ, അവർ പറയുന്നതേ അവർ എഴുതത്തുള്ളൂ. അവർക്കും സ്വാതന്ത്ര്യമില്ല, അവിടെ ആർക്കും സ്വാതന്ത്ര്യമില്ല. ഈ ഷരീഫും ഈ മുനീറും ഒക്കെ കണ്ട മാളത്തിൽ ഒളിച്ചിരുന്നുണ്ട്. അവരെ പറ്റി വലിയ ഇതൊന്നുമില്ല. നിവൃത്തിയില്ലാതായപ്പോഴാണ് ഇന്നലെ സീസ്ഫയർ വേണമെന്ന് അമേരിക്കയെ സമീപിച്ചത്. ബട്ട് ഇന്നലെ അമേരിക്ക കാണിച്ചത് വലിയ ഒരു മോശമായ കാര്യമായി. കാരണം ആ ലോൺ കൊടുക്കാൻ വേണ്ടി ശകലമെങ്കിൽ ഒരാഴ്ചധികം തടഞ്ഞു വെച്ച് അതിൻ്റെ കറക്റ്റായിട്ടുള്ളവരെ ടേംസ് ആൻഡ് കണ്ടീഷൻ പാസ്സാക്കി ഈ യുദ്ധവും ഈ തീവ്രവാദവും ഇല്ലാതാക്കാൻ അമേരിക്ക വിചാരിച്ചെങ്കിൽ നടക്കുമായിരുന്നു. അപ്പോൾ അമേരിക്കയും ശരിക്കും ഒരു ഇരട്ടത്താപ്പ് നയം തന്നെയാണ് അവിടെ നടത്തിയത്. അത് നല്ലൊരു നയമെന്ന് വിചാരിക്കുക. ഓക്കെ, തൽക്കാലം യുദ്ധം നിന്നു. എന്ത് പറ്റി? അമേരിക്കയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇന്നലെ വൈകുന്നേരം ഈ അതിർത്തി കിടന്ന് അവർ ഫയർ ചെയ്തല്ലോ. അമേരിക്ക ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം അമേരിക്ക രണ്ട് വശത്ത് നിന്ന് കളിക്കുന്ന ഒരിതാണ്. കാരണം അമേരിക്കയ്ക്ക് പാകിസ്ഥാനും വേണം, ഇന്ത്യയും വേണം. കാരണം ഇന്ത്യയെ അമേരിക്ക സപ്പോർട്ട് ചെയ്തിരുന്ന നാളെ ഇന്ത്യയും ചൈനയും റഷ്യയും ഒരു ഇതാവും. അത് അമേരിക്കയെക്കുറിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒന്നുണ്ടായെങ്കിൽ അതിന് ഏതെങ്കിലും രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പാകിസ്ഥാൻ എന്നുള്ളൊരു രാജ്യം അവർക്ക് വേണം. ഇത് ഏത് കൊച്ചു പിള്ളേർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്. എനിവേ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെപ്പോഴും അലേർട്ടായിരിക്കണം. ഏത് സമയത്തും ഈ പിശാചുക്കൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഈ മൃഗങ്ങളെ, ഈ പിശാചുക്കളെ ഉന്മൂലനം ചെയ്യാത്രത്തോളം കാര്യം ഇന്ത്യൻ ജനതയ്ക്ക് ഒരു ശാന്തി ഉണ്ടാകില്ല. ഇനി എനിക്ക് പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ജീവിച്ച് എല്ലാ സ്വാതന്ത്ര്യം കരസ്ഥമാക്കിയ കുറേ അലവിലാതി വൃത്തികെട്ട അത് ഒന്നിനും കൊള്ളാത്ത ചില രാഷ്ട്രീയക്കാരുണ്ട് ഇവിടെ. തെണ്ടിത്തരമേ പറയൂ. അവൻ ഇവിടെ എന്തുകൊണ്ട് അവന് പാകിസ്ഥാനെ സപ്പോർട്ട്? അതുകൊണ്ട് ഒരു നടി ഏറ്റവും ആദ്യം ഗവൺമെൻറ് ഇവനെയൊക്കെ എല്ലാം പിടിച്ച് ജയിലിലാക്കുക. ഇവനൊക്കെ നമ്മുടെ ചോരം തിന്ന് പാകിസ്ഥാന് കൂറം പുലർത്തുന്ന ഈ വിവരം കെട്ട നായ്ക്കളെ, തെണ്ടികളെ, ഈ അലവിലാദികളെ, തന്തയും തള്ളെ അറിയാത്തവന്, നാടിനെക്കുറിച്ച് അറിയാത്തവന്, രാജ്യഭക്തി ഇല്ലാത്ത നായ്ക്കളെയൊക്കെ പിടിച്ച് അകത്തിടണം. അതിലിവിടെ ഏറ്റവും ചമഞ്ഞെടുക്കുന്ന ഒരുത്തനുണ്ട്. അവൻ്റെ പേരെന്തോ സുരാജാന്ന് തോന്നുന്നു. അവനൊക്കെ അവൻ്റെ സംസാരം ഒന്നും ശരിയല്ല. അതുപോലെ തന്നെ ഒരു നടി, ഇവളെയൊക്കെ ഒരു രീതിയിലും ഒരു പടത്തിൽ അഭിനയിക്കാൻ അനുഭവിക്കാൻ പാടില്ല. ഈ പറഞ്ഞ ഈ ചെറ്റയെ അവനെ ഒരു രാഷ്ട്രത്തിൽ ഇടപെടുത്താനും പാടില്ല. ഇവനൊക്കെ നമ്മളെ തകർത്ത് കളഞ്ഞു. ഇവന്മാർ നമുക്ക് ഇന്ന് അടിയിൽ നിന്നുകൊണ്ട് നമുക്ക് വേട്ട് വയ്ക്കും. ഇവനെ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ ആരായിരുന്നു? അത് തന്നെ ആ ഒരു സാമുവൽ മാത്യു, ആ മനുഷ്യനെ പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തു. വെറും അയാളുടെ ചില ബാഡിയും അയാളുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അയാൾ പറയുന്ന വെറും ബ്ലഫ്. കാണുമ്പോഴേ അറിയാൻ പറ്റും അയാളുടെ ഒരു പ്രസൻറ്റേഷനും അതും ഇതും. ഇയാൾ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇയാൾക്ക് ലോകത്തെ പരിചയമില്ലാത്ത ആരുമില്ല. അവസാനം ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. അതുമല്ല, ഈ സോഷ്യൽ മീഡിയക്കാർ ഒന്നും ചെയ്യേണ്ടത് ഒരിക്കലും പരസ്പരം ചെളി വാരി എറിയരുത്. നിങ്ങൾ എത്ര ബുദ്ധിമുട്ട് അത് കണ്ടുപിടിക്കേണ്ട. പാകിസ്ഥാൻ അവന്മാർ ഈ തീവ്രവാദികളും പട്ടാളക്കാരന്മാരും അവിടുത്തെ രാഷ്ട്രീയം പരസ്പരം ചെളിവാരി എറിയില്ല. അവരെ കാണിക്കുന്ന വെറും ശുദ്ധ മണ്ടത്തരം. ഇവിടെ ചെളിവാരി എറിയാം എപ്പോൾ? അത് നല്ലൊരു അന്തരീക്ഷത്തിലായിരിക്കണം. ലോകം, നമ്മുടെ രാജ്യം ഒരു യുദ്ധഭീഷണി യുദ്ധത്തിലിരിക്കുമ്പോൾ നമ്മെ ഡിസ്കറേജ് ചെയ്യുക, അതാരായിരുന്നാലും ശരി അവനെ വെറുതെ വിടാതിരിക്കുന്ന, അവനെ തുറുങ്കിൽ തന്നെ അടയ്ക്കണം. അതിന് യാതൊരു എക്സ്ക്യൂസും കൊടുക്കാൻ പറ്റില്ല. ഏത് മാത്യു ആയിരുന്നാലും, ഏത് സുരാജായിരുന്നാലും, ഏതാരായിരുന്നാലും, സ്വരാജോ സംതിങ്, എനിക്ക് അവൻ്റെയൊക്കെ പേരെടുക്കാൻ തന്നെ ബുദ്ധിമുട്ട്. പിന്നെ ഒരു നടി,
അതും വേറൊരു കഥാപാത്രം. അപ്പോൾ ഇതിനേക്കൊന്നും നടിക്ക് അത് റെസൊല്യൂഷൻ ഉണ്ടാക്കണം. ഒരു സിനിമയിലാണ് മുഖം കാണിക്കാൻ ചാൻസ് കൊടുക്കരുത്. കാരണം ഇവൾ കാശൊക്കെ വാങ്ങിയിട്ട് ഇവളുടെ ഈ എനിക്ക് മുഖം വെച്ചുകൊണ്ട് ഇവൾക്ക് എന്ത് തോന്നിയാസം വിളിച്ച് പറയാം, അതിനെ ഈ രാഷ്ട്രീയക്കാരൻ എന്ത് തോന്നിയാസം വിളിച്ച് പറയാം, അതിനെ നമ്മൾ നഖശിതം എതിർക്കണം. അതിന് പാർട്ടിയോ അതിന് ജാതിയോ ഒരു പ്രശ്നം, ആര് ഇതിനെതിരായിട്ട് വന്നാലും അവരപ്പം തന്നെ കൽത്തുറുങ്കിൽ അടച്ചിരിക്കണം. അവന് ജാമ്യം കിട്ടരുത്. ഈ നായ്ക്കളെ നമുക്ക് വേണ്ട. അല്ലെങ്കിൽ ഇവനെ പറ്റിയാണെങ്കിൽ ഏതെങ്കിലും ആ ബഫേഴ്സിലോ ഇവനൊക്കെ വരിഞ്ഞ് കിട്ടി നേരെ ഫയറിൽ അങ്ങോട്ട് വിട്ടുകൊടുക്കുക, നേരെ അവിടെ പോയി വീണോട്ടെ. ഇതൊക്കെ വേസ്റ്റ് ക്യാരക്ടേഴ്സാണ് ഈ തെണ്ടികൾ. കാരണം ഇവനൊക്കെ ഒന്ന് നല്ലൊരു വടികൾ ഒരു അടിസ്ഥാന സൗകര്യത്തിൽ അടിസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടി വളർന്നവരല്ല. വെറും ബാമ്പറിയനും എന്താ പറയുക വൃത്തികേട് കാണിച്ച് അവൻ വൃത്തികേടിൽ കൂടി വളർന്നു വന്നവരാണ് ഇങ്ങനെ പറഞ്ഞത് സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന രീതിയിൽ സംസാരിക്കത്തുള്ളൂ. സോ ഞാൻ എല്ലാ സുഹൃത്തുക്കളോടും പറഞ്ഞു, നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും രാജ്യത്തിനെതിരായിട്ട് ശബ്ദിക്കുന്നെങ്കിൽ അവനെ വിടരുത്. രഹസ്യമായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതെ, ഇപ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയക്കാരനാണെങ്കിൽ അവരെ സംരക്ഷിക്കാനേ നോക്കത്തുള്ളൂ. കാരണം അവൻ്റെ വോട്ട് പോകും. ഈ മൈതാന പ്രസംഗം നടത്തുന്ന ആൾ കാണത്തില്ല. ആ ഒരു രീതിയിൽ അതിനുണ്ടാകാൻ പാടില്ല. അത് ഇൻ്റലിജൻസിനെ തന്നെ അറിയിക്കണം. സ്റ്റേറ്റ് ഇൻ്റലിജൻസിൻ്റെ സെൻട്രൽ ഇൻ്റലിജൻസിനെ അറിയിച്ച് അവൻ അപ്പം തന്നെ പൊക്കിയിരിക്കണം. കാരണം ഇവൻ്റെയൊക്കെ മുഖം കാണിക്കരുത്. സോ അതുപോലെ തന്നെ സിനിമാ പ്രേമികളോടും ഈ സിനിമാ പ്രൊഡ്യൂസേഴ്സ് അവരോട് പറഞ്ഞ് ഇങ്ങനെയുള്ള അലവലാദികളെ ഒരിക്കലും ഒരു സിനിമയിലും അഭിനയിപ്പിക്കാനുള്ള ചാൻസ് കൊടുക്കാതിരിക്കുക. അത് നമ്മുടെ രാജ്യത്തിന് വലിയ ദോഷം ചെയ്യും. അത്ര എളുപ്പമായി ഇത് നമ്മൾ കാണരുത്. നമ്മളെ തകർക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും നമ്മുടെ രാജ്യത്തിന് വേണ്ട. ലെറ്റിങ് ഗോ. കാരണം ഇവിടെ ഉള്ള മുസ്ലിം സഹോദരങ്ങൾ ഈ നായ്ക്കൾ ഒട്ടി കൊടുക്കും. ഇവർ സൗഹൃദപരമായി ജീവിക്കാൻ നമ്മുടെ ഇവിടെ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ നമുക്കൊരു യാതൊരു വ്യത്യാസമില്ല. നമ്മൾ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനെപ്പോഴും നമ്മൾ ജീവിക്കുന്നു. നമ്മൾ തമ്മിൽ യാതൊരു വ്യത്യാസം. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കളിക്കുന്ന ഞാനൂലുകൾ, ഈ മാത്യു സാമുവൽ, ഈ സുരാജ്, ഇങ്ങനെയുള്ള ഞാനൂലുകളെ നമ്മൾ വച്ച് പൊറപ്പിക്കാൻ പാടില്ല. അവന് വേണ്ട ഫേം ആക്ഷൻ ഉടൻ തന്നെ നമ്മൾ എടുത്തിരിക്കണം. അത് സെൻട്രൽ ബ്യൂറോ ആയിരുന്നാലും. ഇനിയെങ്കിലും ഇവന്മാരെ ആവശ്യമില്ലാത്ത സംസാരം പറയാൻ പാടില്ല, പ്രസ്താവനകൾ നടത്താൻ പാടില്ല. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ. താങ്ക് യു.